ഒരുപക്ഷെ ഈ മലയാള സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരുടെ ബന്ധത്തെക്കുറിച്ച് ഇണക്കവും പിണക്കവും എന്നുള്ള രീതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ താങ്കൾ വ്യത്യസ്തമായി പാടുകയും പല വ്യത്യസ്തമായ ഒരു ശൈലിയിൽ പോവുകയും ചെയ്യുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് ദാസേട്ടനും ശ്രീകുട്ടനായിട്ട് അത്ര നല്ല ബന്ധമല്ല. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് താങ്കൾ സംവിധാനം ചെയ്ത ഒരുപാട് പാട്ടുകൾ ദാസേട്ടൻ പാടി. നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു? എൻ്റെ സ്വന്തം ചേട്ടനാണ്. അദ്ദേഹം വേറൊരു മതത്തിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതായത് എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ്. ഇവർ രണ്ടുപേരും സമകാലീനരായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുപോലെ തന്നെ യേശുദാസ് ചേട്ടനും എം ജി രാജേഷനും സമകാലീനരായിരുന്നു. അവർ മ്യൂസിക് അക്കാഡമി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. പിന്നെ ദാസേട്ടൻ സിനിമയിൽ പോയി. അതിനുശേഷം ഞാനും പിൽക്കാലത്ത് സിനിമയിൽ വന്നു. ദാസേട്ടന് ആര് സിനിമയിൽ വന്നത് എന്താണ്, അദ്ദേഹത്തിന് പവിത്രമായിട്ടുള്ള എന്താണ് രത്നം കൊണ്ടുണ്ടാക്കിയ ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. ദാസേട്ടൻ എന്നും ദാസേട്ടൻ തന്നെയാണ്. ദാസേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഒരു 80-ന് ശേഷം നോക്കിയാൽ മതി. 1, 2, 3 എണ്ണിയാൽ 80 കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനൊക്കെ. കാരണം അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവർ നോക്കിയാൽ മതി. കാരണം ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും ഏറ്റവും കൂടുതൽ ഫോണിൽ സംസാരിക്കുന്നതും ആശയവിനിമയങ്ങൾ കുടുംബപരമായിട്ടും ബാക്കിയുള്ള കാര്യവും രസകരമായ തമാശകളും ചില ബാക്കിയുള്ള തമാശകളും ഒക്കെ പറയുന്ന ഒറ്റ വ്യക്തി ഈ പാട്ട് കുടുംബത്തിൽ ഞാൻ ദാസേട്ടനായിട്ട് മാത്രമേ ഉള്ളൂ.